എന്നിട്ട് മശായിഖന്മാരെ കറാമത്ത് പറയുന്നതിനുള്ള പരിധികൾ നമ്മൾ കേട്ടല്ലോ. ഉലമാ സമ്മേളനം വിളിച്ചുകൂട്ടി. ഉലമാക്കളെ നിങ്ങളാണ് അനന്തരക്കാർ എന്നൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളൊക്കെ തരിപ്പ് കയറ്റി കറാമത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. പണ്ട് ഉലമാ സമ്മേളനത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കറാമത്തുകൾ പറയാൻ പറ്റിയതും പറയാൻ പറ്റാത്തതും എവിടെയൊക്കെ പറയണം, എപ്പം പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇമാം ഷഹറാനി തങ്ങൾ അവിടുത്തെ അൽ ബഹറുൽ മൗറൂദിലും അൽ മിനൽ കുബ്രയിലും അതുപോലെ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷവാഹിദുൽ ഹഖ് കിതാബിലൊക്കെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോഴും അതിങ്ങനെ പറഞ്ഞതാ. അന്ന് ഞങ്ങൾ ഉലമാ സമ്മേളനം കോഴിക്കോട്ട് നിങ്ങൾ തന്നെ കയ്യട്ടെ എന്നിട്ട് വരാൻ പറഞ്ഞ് പോയതേനി. അതായത് ഇട്ടുകൊണ്ട് പാഞ്ഞ് പിന്നെ ലാസ്റ്റ് പിന്നെ വന്നിട്ടില്ല അവിടേക്ക്. ഇപ്പൊ മൂപ്പര് വല്ല വീണ്ടും തുടങ്ങാണ്. വളരെ വ്യക്തമായിട്ടല്ലേ ഇമാം ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് എന്ത് ഹിഫ്ദുൽ അദബി മാശിയാഖി വഅസ്ഹാബി ഫലാ അംദൗഹും ഇല്ലാ ബിഹദ്റതി മൻ യഅതഖിദുഹും വലാ ഉബാലിഗു ഫീ തഅലീമിഹിം കുല്ല ദാലിക തഅലീമി ബിഹൈസു യബ്ഖാ ഇൻദന്നാസി ഹസാസത്തുൻ ഔ ഇൻകാറുൻ അലയ്യ വലാ മശായിഖി എന്ന് പറഞ്ഞാൽ എൻ്റെ മശായിഖന്മാരുടെ മദ്ഹ് പറഞ്ഞാൽ, അവരുടെ മനാക്കിബ് പറഞ്ഞാൽ, അവരുടെ കറാമത്ത് പറഞ്ഞാൽ ആ ആളുകൾ ഈ മശായിഖന്മാരുടെ മേലിലോ അല്ലെങ്കിൽ എൻ്റെ പേരിലോ ഇൻകാർ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് മുമ്പിൽ അവരെ മദ്ഹ് പറയാതിരിക്കുക എന്നുള്ളത് അള്ളാഹു എനിക്ക് ചെയ്തെന്ന ഒരു അനുഗ്രഹമാണ് എന്ന് ഇമാം ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മിനൽ കുബ്രയിൽ പറയുന്നുണ്ട്. അതേ ഷഹറാനി ഇമാം തന്നെ അവിടുത്തെ അൽ ബഹറുൽ മൗറൂദ് എന്ന കിതാബിൽ ഉഖ്ദാലൈനൽ ലുഹൂദ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലാ നുമക്കിനഹും മിൻ ദിക്രി കറാമാതിഹിം വമനാഖിബിഹിം ബിഹദ്റതി മൻ യുൻകിറു അലൈഹിം ഫയകൂനു ദാലിക സബബൻ ലിസിയാദത്തിൽ മഖ്തിലിൽ മുൻകിരി വലിതൻഗീസി ദാലികൽ വലിയ്യി എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകളും മനാക്കിബുകളും അത് അവരെ ഇൻകാർ ചെയ്യുന്ന ആളുകൾക്ക് മുമ്പിൽ വെച്ച് അവരുടെ ഹദ്റത്തിൽ വെച്ച് പറയാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക ചെയ്യരുത് എന്ന്. പറയാൻ പാടില്ല എന്നല്ല, അത് പറയാൻ വേണ്ടി സൗകര്യം തന്നെ ചെയ്തു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറയുന്നുണ്ട്. കാരണം അങ്ങനെ മനാക്കിബുകളും കറാമത്തുകളൊക്കെ അവർക്ക് മുമ്പിൽ പറയുമ്പം അവർ ഈ വലിയനെ കൊച്ചാക്കും, അവർ ഈ വലിയനെ പരിഹസിക്കും. അപ്പോ അത് പറയാൻ പാടില്ല എന്ന് ഇമാം ഷഹറാനി തങ്ങൾ അൽ ബഹറുൽ മൗറൂദിൽ പറഞ്ഞിട്ടില്ലേ? അന്ന് നമ്മളിത് വായിച്ചപ്പോഴല്ലേ കുരുവട്ടൂരി നൗഷാദ് പറഞ്ഞത് അൽ ബഹറുൽ മൗറൂദ് പറഞ്ഞാൽ അത് പ്രത്യേകക്കാർക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശമാണ്, അത് പുറത്ത് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പുതിയ ഉസൂലുണ്ടെന്ന്. എന്നിട്ട് അൻവരി വല്ല മാറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചാ മൂപ്പര് വിചാരിച്ച് ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിട്ടാണ് പോയാൽ മതിയല്ലേ. എവിടെ അൻവരി ഇതൊക്കെ ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞല്ലേ പാടില്ലാന്ന്. ഇനി വേണമെങ്കിൽ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഷവാഹിദിലും ഇതേ വിഷയം തന്നെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. വഖാല ഫീഹി അയ്ദൻ ഉഖിദാലൈനൽ ലുഹൂദ അല്ലാ നദ്കുറ അഹദൻ മിനൽ ഔലിയായി അല്ലദീന തകല്ലമ അന്നാസു ഫീഹിം ഇല്ലാ ബിഹദ്റതി മൻ യഅതഖിദുഹും. കണ്ടില്ലേ, ചില ആളുകൾ ഏതെങ്കിലും ഔലിയാക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ട്, അവർക്കിടയിൽ ആ വലിയനെ പറ്റി എന്തൊക്കെയോ ഒരു ചെറിയൊരു കുസുകുസു സംസാരം നടക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് മുമ്പിൽ വെച്ച് ഈ മഹാന്മാരായ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറയാൻ തന്നെ പാടില്ല എന്ന്. ഇനി അവരെ പറ്റി എന്തെങ്കിലും ഒന്ന് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ഉദ്ധരിക്കാൻ പാടില്ല. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അവിടെ എന്ത് ചെയ്യണ്ട, ഇന്ന വലിയ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട. കാരണം ആ വലിയനെ സംബന്ധിച്ച് ചില ആൾക്കാർക്കിടയിൽ ഏതുണ്ട് സംസാരമുണ്ട്. പിന്നെ എന്ത് ചെയ്യണ്ട, അവർക്ക് മുമ്പിൽ വെച്ചിട്ട് ആ വലിയനെ തയ്യം ചെയ്ത് പറയണ്ട, കാലബാളുഹും എന്നൊക്കെ പറഞ്ഞാൽ മതി. അത്രത്തോളം സൂക്ഷ്മതയോട് കൂടി കൈകാര്യം ചെയ്യണം എന്നാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നത്.